ലാലേട്ടന്റെ മുന്നിൽ മുട്ട് വരച്ച് ലക്ഷ്മിയും മസ്താനിയും. ലക്ഷ്മിക്കിട്ട് നല്ല രീതിയിൽ പൊട്ടിക്കുന്നുണ്ട്, മസ്താനിക്ക് ചെറിയൊരു ഡോസും കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മിയുടെ ഒരു പങ്കും മസ്താനിക്ക് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തരം മുട്ടിച്ചു കളഞ്ഞു ശരിക്കും പറഞ്ഞ ലാലേട്ടൻ, സത്യമായിട്ട്. കാരണം ആ ഒരു കാര്യം ചോദിച്ചപ്പോൾ ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല അതിനെപ്പറ്റി. ലക്ഷ്മി ആണെങ്കിൽ അതേ സ്റ്റാൻഡിൽ തന്നെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറയുന്ന സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം പറഞ്ഞിട്ടും എന്ന് വെച്ചാല് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടും അതിനോടൊരു സോറി പോലും ലക്ഷ്മി പറഞ്ഞില്ല. എങ്ങനെ ഉണ്ടായിരുന്ന എപ്പിസോഡ്? നല്ലൊരു എപ്പിസോഡായിരുന്നു, സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ലാലേട്ടൻ ഇന്ന് എപ്പിസോഡ് തൂക്കി എന്ന് തന്നെ പറയാം, കാരണം അത്രയും പവർഫുൾ ആയിരുന്നു അല്ലേ. നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷിഹിർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ലാലേട്ടൻ വരുന്നു. കഴിഞ്ഞ വീക്കില് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നു, അതുപോലെ തന്നെ ഇന്ന് നടന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നു. ജയിൽവാസം കഴിഞ്ഞു. അതുപോലെ തന്നെ ലക്ഷ്മി മാപ്പ് പറഞ്ഞ് ഒനീലെടുത്ത് മാപ്പ് പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷെ ഒനീലാണെങ്കിൽ എനിക്കിത് സംസാരിക്കാൻ താല്പര്യമില്ല, ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഇത് സംസാരിക്കുള്ളൂ എന്ന് പറയുന്നു. കാരണം ലക്ഷ്മിക്ക് മനസ്സിലായി, കയ്യിൽ നിന്ന് പോയത് മനസ്സിലായി. ലക്ഷ്മി ആണെങ്കിൽ ഒനീലെടുത്ത് മാപ്പ് പറയാൻ പോകുന്നു, അഭിലാഷിന്റെ അടുത്ത് പോകുന്നു, ഒന്നും വക വയ്ക്കുന്നില്ല. പിന്നെ ബിന്നി ആര്യന് തമ്മിലുള്ള കിച്ചൺ വഴക്കാണ് നടക്കുന്നത്. പിന്നെ ലാലേട്ടൻ എല്ലാവരും കാണുന്നു. വീക്കിലി ടാസ്കിനെ പറ്റി ചോദിക്കും, എങ്ങനെയുണ്ട് വീക്കിലി ടാസ്ക് എന്ന് പറയുന്നു. വീക്കിലി ടാസ്ക് എല്ലാവരും അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു. എന്താണ് നൂറയുടെ ഈ ഒരു ഇമ്മ്യൂണിറ്റി പവർ നഷ്ടമാവുന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അക്ബർ പറയുന്നത് അറിയാമായിരുന്നു ലാലേട്ടൻ. കാരണം അടിക്കടിക്ക് നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ ക്വാളിറ്റി നോക്കുന്നില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്യുക നമുക്ക് സാറ്റിസ്ഫൈഡ് ആവും എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ഇതിൽ പവർ നഷ്ടപ്പെടും എന്നൊക്കെ മനസ്സിലായി എന്ന് അക്ബർ പറയുന്നുണ്ട്. പിന്നെ മറ്റേ ഈ കാര്യം പറയുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നില്ല, അത് ചെറിയ രീതിയിൽ പറഞ്ഞു പോകുന്നുള്ളൂ. മറ്റേ ലക്ഷറി ടാസ്കിൽ കോയിൻസ് കിട്ടിയവർക്ക് മാത്രമേ ഭക്ഷണം കിട്ടാൻ പാടുള്ളൂ എന്ന് ആരും പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന് വീട്ടുകാരെല്ലാവരും പറയുന്നു. പിന്നെ സർക്കസ് നല്ലതായിരുന്നു എന്ന് പറയുന്നു. സർക്കസിന്റെ എങ്ങനെ കളിക്കണമെന്ന് ലാലേട്ടൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അതിനെ പറ്റിയാണ് പിന്നെ നടക്കുന്നത്. പിന്നെ അക്ബറും ലക്ഷ്മിയും കേസാണ് ചോദിക്കുന്നത്. ആ ഒരു സമയം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിന് പോയി തിരിച്ചു വരുന്നു. ലക്ഷ്മിയും അക്ബറും തമ്മിലുള്ള വഴക്ക് വീഡിയോ ആയിട്ട് കാണിക്കുന്നു. അതില് ലക്ഷ്മി പറയുന്നുണ്ട് എന്താണ് ഇവറ്റകളൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്തവരാണെന്ന് പറയുന്നു. ആദിലക്കും നൂറക്കും ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലായത് ആരെയാണ് ഇവർ ആരെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലായില്ല. കാരണം ആദിലയുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. അപ്പോ എന്താണ് അവർക്ക് മനസ്സിലായി. പക്ഷെ എന്താണ് ബാക്കി എല്ലാവരോടും ചോദിക്കും, നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് പറഞ്ഞില്ല, അക്ബർ എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞ ലക്ഷ്മിയെ വിടുകയായിരുന്നു, കാരണം താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഓരോരുത്തരും അനീഷിനോട് ചോദിക്കുന്നത് അനീഷ് പറയും. പക്ഷെ അഭിലാഷിന് മനസ്സിലായി, വീഡിയോ കണ്ടപ്പോൾ അഭിലാഷിന് മനസ്സിലായി ഇത് ആദിലേനെയും നൂറേയും പറഞ്ഞതാണ് എന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മിയോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞല്ലോ ഇവർ സമൂഹത്തിൽ എന്താണ് ഇല്ലാത്ത ആൾക്കാരാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറയുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലക്ഷ്മി പറയാണ് ഞാൻ എൻ്റെ ഇതാണ് പറയുന്നത്, എൻ്റെ കാഴ്ചപ്പാടിൽ ഇവര് സാധാരണയായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് ലക്ഷ്മി തുറന്ന് പറയുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ വീട്ടിൽ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്താണ് എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ലക്ഷ്മി ഒന്നും വേണ്ടുന്നില്ല. ലക്ഷ്മി എന്നിട്ട് ലാലേട്ടൻ ദേഷ്യം വരുന്നു. കാരണം ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ലാലേട്ടൻ ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ ഈ കാര്യം ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടുന്നില്ല. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ ഉത്തരം പറയൂ, നിങ്ങൾ ആൻസർ പറയൂ, യു ഹാവ് ടു ആൻസർ. ഞാനിവിടെ കേൾക്കാൻ നിൽക്കുകയാണ്, നിങ്ങൾ ഉത്തരം പറയൂ. ദേഷ്യപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. അപ്പോൾ ലക്ഷ്മി പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇവരെ തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കേട്ടത്തില്ലേ, ഞാൻ പറഞ്ഞത് ഇവര് ബാക്കിയുള്ളവരെ ഞാൻ എന്തായാലും, അപ്പൊ ലക്ഷ്മി പറയുന്നത് ഞാൻ എന്തായാലും എന്റെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പൊ അക്ബർ പറയുന്നുണ്ട് ഞങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നില്ല നിന്റെ വീട്ടിൽ എന്നും പറയുന്നുണ്ട്. നമ്മുടെ അക്ബർ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ കയറ്റത്തില്ല, നിങ്ങൾ എന്താണ്. അപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അഭിലാഷ് പറയുന്നത് മസ്താനിയും ഈ കാര്യം നമ്മളോട് സംസാരിച്ചു, കാരണം അവർക്കത് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മസ്താനി പറഞ്ഞു എന്ന് പറഞ്ഞു. അല്ല മസ്താനി എഴുന്നേപ്പിക്കുന്നുണ്ട്. മസ്താനി നിങ്ങൾക്ക് നോർമലൈസ് ഇല്ല, ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ വേറെ പറയുന്നുണ്ടായിരുന്നു മസ്താനിയുടെ കുടുംബത്തിലാണെങ്കിൽ സംഭവിച്ചു ഞാനും ഇറക്കി വിടും എന്ന് മസ്താനി അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ആരോ, അത് ഉള്ളതാണെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഇപ്പൊ നിങ്ങൾ ലക്ഷ്മിയും മസ്താനിയോട് ഇങ്ങനെ ഒരുമിച്ച് തോന്നുന്നു നിങ്ങൾക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ ഇവിടെ ബിഗ് ബോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വരണ്ടായിരുന്നല്ലോ, നിങ്ങൾ എന്തിനാ പിന്നെ വന്നത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ലാലേട്ടൻ ദേഷ്യപ്പെടുന്നുണ്ട്. അയ്യോ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണണം എപ്പിസോഡ് കണ്ടാലാണ് അതിൻ്റെ ഒരു പവർ. എനിക്കിത് പറഞ്ഞു തരാനുള്ള ഒരു ഇതില്ല, കാരണം കുറേ നല്ല രീതിയിൽ തന്നെ പൊട്ടിക്കുന്നുണ്ട് രണ്ടുപേർക്കും. അപ്പൊ എല്ലാവരും ഈ കാര്യം ലക്ഷ്മിക്കെതിരെ നിൽക്കണം ഈ ഒരു കേസിൽ. ലക്ഷ്മി ആണെങ്കിൽ എന്തായാലും ഞാൻ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ലക്ഷ്മി അത് തന്നെ പറഞ്ഞു. എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഞാൻ പറയും. കാരണം എനിക്ക് പറ്റത്തില്ല അവർ നോർമലൈസ് ചെയ്ത് കാണാൻ എന്ന് പറയുന്നു. എന്താണ് അപ്പോൾ നിങ്ങൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോളൂ, ഈ ഷോയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി പൊയ്ക്കോളൂ എന്ന് പറയാണ്. ലക്ഷ്മി മസ്താനി പെട്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. കാരണം ഉരുകി അങ്ങ് പോയി, അത്രയൊക്കെ അവര് എന്താണ് കൊണ്ടു അവർക്ക്. പിന്നെ ബ്രേക്കിന് പോയിട്ട് തിരിച്ചു വരുന്നു. പറയുന്നുണ്ട് ഒരാൾ മറ്റൊരാൾ പറയുന്ന കാര്യം വേറെ രീതിയിലാവുന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്ക്രീനിലേക്ക് പോകുന്നത്. എന്നിട്ട് ലക്ഷ്മി ആക്ടിവിറ്റി ഏരിയ പോകാൻ പറയുന്നു. ഒരു കഥ വായിക്കുന്നു. നമ്മൾ സീസൺ 5 റെനീഷൊക്കെ ഒരു കഥ പറഞ്ഞിട്ട് ആ കഥ മറ്റൊരാൾക്ക് കൊടുക്കുക, അത് പാസ് ചെയ്ത് പോകത്തില്ലേ, നമ്മുടെ സീസൺ 5 കണ്ടവർക്ക് എല്ലാവരും മനസ്സിലാവും. ആ ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഇവര് പറഞ്ഞു അവസാനം എന്തൊക്കെയോ ഒരു കഥയായി. അവസാനം അനുമോള് തന്നെ പറയുന്നുണ്ട്, എന്താണ് ഇത് ശരിക്കും പറഞ്ഞാലും ഒരാൾ മറ്റൊരാളത്ത് പറഞ്ഞിട്ട് ആ ആൾ മറ്റൊരാൾ പറയുമ്പോൾ കുറച്ച് മസാലയൊക്കെ കൂട്ടിയിട്ടായിരിക്കും പറയുന്നത്, അത് തെറ്റാണ് എന്ന് അനുമോൾ പറയുന്നു. പിന്നെ ബ്രേക്കിന് പോയി തിരിച്ചു വരുന്നു. അപ്പോൾ അനുമോളുടെ മറ്റേ ഇഷ്യൂ, അക്ബറും അനുമോളും തമ്മിലുള്ള ഇഷ്യൂ പറഞ്ഞല്ലോ, എന്നെ ഇവിടെ കാശ് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടെങ്കിൽ എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ കണ്ടന്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അത് സ്ക്രിപ്റ്റ്. അപ്പോൾ ലാലേട്ടൻ പറയാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പുറത്ത് പോകുന്നത് സ്ക്രിപ്റ്ററാണ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇനിയും അങ്ങനത്തെ വാക്കുകൾ സൂക്ഷിക്കാന്ന് പറയും. പിന്നെ അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ് അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി നിങ്ങൾ എന്താ ആരോട് സൗഹൃദം വെക്കാത്തത്, നിങ്ങൾ സൗഹൃദം വെക്കാത്ത എന്താന്നൊക്കെ അനീഷിനോട് നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ സൗഹൃദത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആര്യനും ഡിസൈനിനെ പറ്റി ഓരോരുത്തരുടെ സൗഹൃദത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിനോട് പറയാണ്, അനീഷ് എന്താണ് നിങ്ങൾ സൗഹൃദം, നിങ്ങളുടെ വാതിൽ തുറന്നു കൊടുക്കൂ, നിങ്ങൾക്ക് സൗഹൃദങ്ങൾ വരട്ടെ, കൂടെ നിൽക്കാനും എല്ലാത്തിനും സൗഹൃദം വേണം, എങ്കിലാണ് നന്നാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അനീഷിന് ഒരു അനീഷ് ഒറ്റ കളിക്കേണ്ടെന്നുള്ള രീതിയിൽ ഒരു ഇതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒനീലിനോട് പറയണം, ഒനീലിന്റെ കാര്യം എനിക്കറിയാം, പക്ഷെ നാളെ നമുക്ക് സംസാരിക്കാം, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ല, ഒരു നല്ല രീതിയിൽ സമയമെടുത്ത് പറയേണ്ട കാര്യമാണ് എന്ന് ഒനീൽ പറയുന്നു. അപ്പോഴത്തേക്ക് ലക്ഷ്മി അടുത്തതേ വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ലക്ഷ്മി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ലക്ഷ്മിക്ക് പടപടാന്ന് കിട്ടുക, ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പോയി. സത്യം പറയല്ല, ലക്ഷ്മി മിണ്ടാതെ നിന്നെല്ലാം കേട്ടു. പക്ഷെ ലക്ഷ്മി എതിർത്ത് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ നോർമലൈസ് ചെയ്ത് കാണത്തില്ല എന്ന് പറഞ്ഞ സാധനം അത് ശക്തമായിട്ട് തന്നെ എടുത്ത് പറഞ്ഞു. പിന്നെ അക്ബറിനെ ബിഡിനെ സേവ് ആക്കുന്നുണ്ട്. നാളെയാണ് എവിക്ഷൻ, പറഞ്ഞ പോലെ തന്നെ നാളെ എവിക്ഷനിൽ മസ്താനി ഔട്ടാവും എന്നാണ് അറിഞ്ഞത്, മസ്താനിയും പ്രവീണും ഔട്ടാവും എന്നാണ് അറിഞ്ഞത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ്? അടിപൊളി എപ്പിസോഡ്. ലാലേട്ടൻ ഫയർ മൂഡായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ചയേക്കാളും ദേഷ്യപ്പെട്ടു. കാരണം നാണമുണ്ടോ അത് ആ ഒരു ചെറിയ കേസാണ്. പക്ഷെ ഇതങ്ങനല്ല, ഇത് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയായ ഒരു കാര്യമാണ്. ഇതപ്പോൾ ഭയങ്കരമായിട്ട് ഫയറായി ലാലേട്ടൻ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് നമ്മൾ 7ാമത്തെ ആഴ്ചയിലേക്ക് പോകുന്നുണ്ട്, പ്രൊമോയിൽ പറയുകയാണ് 7ാമത്തെ ആഴ്ചയിലേക്ക് പോകുന്നുണ്ട്, 7ന്റെ പണി വരുന്നുണ്ട്, വലിയ ടാസ്കുകൾ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ്? നല്ല എപ്പിസോഡായിരുന്നു. അപ്പം നാളത്തെ പ്രൊമോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെയും ബൈ.